സഹികെട്ട് ചെയ്തു പോയതാ സാറേ. വീട്ടിലെല്ലാവരെയും അവൾ നിരന്തരം ഉപദ്രവിക്കും. എപ്പോഴും വഴക്കാണ്, പറഞ്ഞാൽ അനുസരണയില്ല. ആലപ്പുഴ ഓമനപ്പുഴയിലെ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ജോസ്മോന്റെ കുറ്റസമ്മതമാണിത്. ഭർത്താവുമായി വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ യുവതി രാത്രി സമയങ്ങളിൽ പുറത്തുപോയതിനെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. എന്നാൽ തന്നെ ധിക്കരിച്ച് മകൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് പിതാവ് ജോസ്മോനിൽ വലിയ അമർഷമുണ്ടാക്കി. അങ്ങനെയാണ് ആ രാത്രി മകളെ ഏഞ്ചലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ഭാര്യ ജെസിമോൾ മകളുടെ കൈ പിന്നിലോട്ട് പിടിച്ചു കെട്ടി. ജോസ്മോൻ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിറ്റേന്ന് രാവിലെ വരെയും ഏഞ്ചലിൻ്റെ മൃതദേഹത്തിനരികിൽ അവർ രണ്ടുപേരും ഇരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് അച്ഛനെയും അമ്മയെയും മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അമ്മാവൻ അലോഷിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ആലപ്പുഴ ഓമനപ്പുഴയിൽ ഏഞ്ചൽ എന്ന 28-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഏഞ്ചലിന്റെ വീടാണ്. ഈ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏഞ്ചൽ വൈകി വന്നതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള ഒരു ഷെഡിൽ, ആ ഷെഡിന്റെ മുകളിൽ ടാർപോളിന് മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പരിചരണ നിലയിലായിരുന്നു. ആ തോർത്തിന്റെ അളവുകളൊക്കെ പോലീസ് രേഖപ്പെടുത്തുകയാണ്. വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് തന്നെ രക്ഷകർത്താക്കളുമായി ഒരു തർക്കമുണ്ടാകുന്നു. തുടർന്ന് അച്ഛൻ കഴുത്ത് ഞെരിച്ചപ്പോൾ അമ്മ പിൻഭാഗത്ത് നിന്ന് കൈ മുറുക്കി പിടിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡയറക്റ്റ് ഇൻവോൾവ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായെന്നുള്ളത് ന്യൂസ് 18നോട് അന്വേഷണ ഉദ്യോഗസ്ഥനായ മണ്ണഞ്ചേരി CI ടോൾസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ 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 അങ്ങനെയാണ്. അമ്മാവന്റെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം രാത്രി ഒരു 11 മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ. എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നത്. പോലീസിൽ തന്നതല്ലേ? അതെ അതെ. ഈ രാത്രി 10:30യോടെയാണോ ചൊവ്വാഴ്ച നടന്നത്? രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. താമസിച്ചു വന്നു എന്നുള്ള തർക്കമാണോ? ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാകുകയും ഒരു പിടിയും വലിയിൽ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. അത് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ തന്നെയും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിലനിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോട്, അതായത് പ്രതിയോട് ഈ തെളിവെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇങ്ങനെ ഈ വൈകി വന്നതിലുള്ള പ്രകോപനമാണോ എന്നുള്ള ചോദ്യത്തിന് അതെ എന്ന് അദ്ദേഹം കൃത്യമായി നമ്മളോട് മറുപടി പറയുകയും ചെയ്തു. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ്, അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. പരിസരത്തുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് യാതൊരുവിധ തർക്കവുമില്ല. വളരെ സൈലന്റായി ജീവിച്ചു പോകുന്ന കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പരിസരവാസികളുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ കൊച്ചു മരിച്ചു കിടക്കുന്നുണ്ട്, എല്ലാവരും അറ്റാക്ക് കിടന്നു. കൊച്ചിന്റെ അമ്മയോട് ഞാൻ കൈക്ക് പിടിച്ചു ചോദിച്ചു, സിന്ധു ഇങ്ങനെ കൊച്ചിന് നേരത്തെ അസുഖം വരാറുണ്ടായിരുന്നോ? കൊച്ചും ഇങ്ങനെ വന്ന് സംഭവിച്ചില്ല, അറ്റാക്ക് അല്ലേ? എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്നാണ് കൊച്ചിന്റെ അമ്മ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഇതാണ്, അവരിങ്ങനെ ചെയ്യത്തില്ല, ശബ്ദമൊന്നും കേട്ടില്ലെന്നൊക്കെയാണ് എല്ലാ തൊട്ടടുത്തുള്ളവർ പറയുന്നത്. കൊച്ചിനെ പറ്റി ഒരു റിമാർക്കൊന്നുമില്ല. താമസിച്ചെന്ന് പറഞ്ഞാൽ ഒരു അത് എക്സ്ക്യൂസൊന്നുമില്ല. പുള്ളിക്കാരന് താങ്ങാനത്തില്ലെങ്കിൽ ജോലിക്ക് വിടരുത്. പുള്ളി വേലയെടുത്ത് ആ കൊച്ചിനെ പോറ്റണം. അല്ലാതെ അവള് ജോലിക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞാൽ അവൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, കെട്ടിച്ചു വിട്ടതാണ്. അപ്പൊ അവളുടെ കുടുംബമായിട്ട് ജീവിക്കുന്ന വേണ്ടിയിട്ടാണ് ആ ഒരു ജോലി ചെയ്യുന്നത്. എന്തായാലും നിർണായകമായ കേസിൽ 3 പേരാണ് ഇപ്പോൾ, ഒരാൾ പ്രതി ചേർക്കപ്പെടുകയും 2 പേർ കസ്റ്റഡിയിലുമുണ്ട്. അമ്മയുടെയും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മക്കളെ